ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രം എന്നുമെന്നും ഉയർന്നിരിക്കട്ടെ. ഈ ദിവസങ്ങളിൽ പൊതുവെ ഫേസ്ബുക്കിലും വാട്സാപ്പിലുമുള്ള ദാവാക്കാർ ക്രിസ്ത്യാനികളായ ഞങ്ങളോട് സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഖുർആൻ മനഃപ്പാടമാക്കിയ ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തുണ്ട്. ബൈബിൾ മനഃപ്പാടമാക്കിയ ഒരാളെയെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാമോ എന്നാണ് അവരുടെ വെല്ലുവിളി. ഈ വെല്ലുവിളിക്കുള്ള മറുപടിയായാണ് സത്യത്തിൻ്റെ പോരാളികൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഈ വെല്ലുവിളി കേൾക്കുമ്പോൾ ഖുർആൻ എന്തോ വലിയ സംഭവമാണെന്ന് കേൾവിക്കാർക്ക് തോന്നിപ്പോകാം. പക്ഷെ അങ്ങനെയൊന്നും അല്ല. ഖുർആനിലെ ആകെ അധ്യായങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 114 വാക്യങ്ങളുടെ എണ്ണം 6236. ബൈബിളിലെ പുതിയ നിയമം മാത്രം നാം എടുത്താൽ, പഴയ നിയമത്തെക്കാളും വളരെ ചെറുതാണ് പുതിയ നിയമം, അതിൽ ആ പുതിയ നിയമം മാത്രം നാം എടുക്കുകയാണെങ്കിൽ അതിൽ 260 അധ്യായങ്ങളുണ്ട്, 7958 വാക്യങ്ങളും ഉണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിനേക്കാളും വളരെ ചെറുതാണ് ഖുർആൻ എന്ന് പറയുന്ന പുസ്തകം. പഴയ നിയമത്തിലെ വെറും 5 പുസ്തകങ്ങൾ മാത്രം നാം എടുക്കുകയാണെങ്കിൽ, അതായത് ഉൽപ്പത്തി പുസ്തകം, അതിൽ 1533 വാക്യങ്ങളുണ്ട്. സംഖ്യാപുസ്തകത്തിൽ 1288 വാക്യങ്ങളുണ്ട്. സങ്കീർത്തനങ്ങളിലാണെങ്കിൽ 2461 വാക്യങ്ങളുണ്ട്. സദൃശ്യവാക്യങ്ങളിൽ 915 വാക്യങ്ങളും, ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകത്തിൽ 38 വാക്യങ്ങൾ. ഈ 5 പുസ്തകങ്ങൾ മാത്രം, അതായത് ഉൽപ്പത്തി, സംഖ്യ, സങ്കീർത്തനം, സദൃശ്യവാക്യം, ഹഗ്ഗായി പ്രവാചകൻ, ഈ 5 പുസ്തകങ്ങൾ മാത്രം നാം എടുത്ത് അതിലെ വാക്യങ്ങളുടെ എണ്ണം മൊത്തത്തിൽ നാം എടുത്താൽ 6235 വാക്യങ്ങൾ അതിലുണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് ഖുറാനിലുള്ള മൊത്തം വാക്യത്തിനേക്കാൾ ഒരു വാക്യം കുറവ്. ചുരുക്കി പറഞ്ഞാൽ ഖുറാൻ എന്ന് പറയുന്ന പുസ്തകം പഴയ നിയമത്തിലെ വെറും 5 പുസ്തകത്തിന് തുല്യമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത്രയേ ഉള്ളൂ ഈ ഖുറാൻ എന്ന് പറയുന്നത്. ഇത്ര ചെറുതാണ് ഈ സാധനം. പഴയ നിയമത്തിൽ 5 പുസ്തകങ്ങളുടെ വലിപ്പം മാത്രം. പുതിയ നിയമവുമായിട്ട് താരതമ്യം ചെയ്യുകയാണെങ്കിൽ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, അപ്പോസ്തല പ്രവൃത്തി, റോമർ, 1 കൊരിന്ത്യർ, 2 കൊരിന്ത്യർ, ഗലാത്യർ, അതുപോലെ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം, തീത്തോസിന്റെ എഴുതിയ ലേഖനം, യോഹന്നാൻ എഴുതിയ 3-ാമത്തെ ലേഖനം, ഈ 12 പുസ്തകങ്ങൾ മാത്രം, അത് മാത്രം നാം എടുത്തു കഴിഞ്ഞാൽ അതിലെ മൊത്തം വാക്യങ്ങളുടെ എണ്ണം 6235 ആണെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്ന് വെച്ചാൽ ഖുറാനിലേക്കാൾ ഒരു വാക്യം കുറവ്. അപ്പോൾ പഴയ നിയമവുമായിട്ട് നാം താരതമ്യം ചെയ്താൽ പഴയ നിയമത്തിലെ വെറും 5 പുസ്തകങ്ങൾക്ക് തുല്യം, 5 പുസ്തകങ്ങളുടെ വലുപ്പം മാത്രമേ ഖുറാനുള്ളൂ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമത്തിലെ 12 പുസ്തകങ്ങൾ, മൊത്തം 27 പുസ്തകങ്ങൾ പുതിയ നിയമത്തിലുണ്ടെന്ന് ഓർക്കണം. വേറെ ഇനിയും 15 പുസ്തകം കിടപ്പുണ്ട്. വെറും 12 പുസ്തകങ്ങളുടെ വലുപ്പം മാത്രമേ ഈ ഖുറാനുള്ളൂ. അപ്പൊ ഇങ്ങനെ ചെറിയൊരു പുസ്തകം മനഃപ്പാഠമാക്കുവാൻ എളുപ്പമാണ്. അപ്പൊ പുതിയ നിയമം മാത്രം മനഃപ്പാഠമാക്കിയിരിക്കുന്ന ധാരാളം പേരെ നമുക്ക് കാണാനായിട്ട് പറ്റും. കേരളത്തിൽ തന്നെ പലരും ഉണ്ട് പുതിയ നിയമം മാത്രം മനഃപ്പാഠമാക്കിയിരിക്കുന്നത്. ഖുർആൻ ഇത്ര ചെറിയ പുസ്തകമാണ് എന്ന് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ഇതിന്റെ അനുയായികൾ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അവർ ചെയ്യുന്ന ഒരു പരിപാടി ഫോണ്ടിന്റെ വലുപ്പം കൂട്ടുക എന്നുള്ളതാണ്. അക്ഷരങ്ങളുടെ വലുപ്പം കൂട്ടിയിട്ട് അച്ചടിക്കുക. അപ്പൊ അങ്ങനെ അച്ചടിക്കുമ്പോൾ വലിയ പുസ്തകമായിട്ട് തോന്നും. ഇപ്പൊ എൻ്റെ കൈവശം ഒരു ഖുർആൻ ഇരിപ്പുണ്ട്. ഇതാണ് സാധനം. അറബി ഖുർആനാണ് ഇത്. ഇത്ര വലിപ്പമേ ഉള്ളൂ. ഇതിന് വലിപ്പം കണ്ടില്ലേ? ഇത്രയേ ഉള്ളൂ ഇത്. ഇനി ഇത്രത്തോളമെങ്കിലും ഇതിന് വലിപ്പം വരാൻ കാരണം ഫോണ്ട് വലുതായത് കൊണ്ടാണ്. നിങ്ങൾ ഇതിന്റെ ഫോണ്ട് ഒന്ന് നോക്കണം. ഫോണ്ടിന്റെ വലിപ്പം കണ്ടോ? ഇത്ര വലുതായത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇത് ഇത്രയെങ്കിലും വലുതായിട്ടിരിക്കുന്നത്. ബൈബിളൊക്കെ അച്ചടിക്കുന്നത് പോലെയുള്ള ചെറിയ അക്ഷരത്തിൽ, ചെറിയ ഫോണ്ടിലാണ് അച്ചടിച്ചതെങ്കിൽ ഇതിന്റെ വലിപ്പം എന്താ ഏകദേശം ഇത്രത്തോളമായിട്ട് കുറയും. ഇത്രത്തോളം അല്ല, ഇതിലും കുറഞ്ഞേ വരുള്ളൂ. ഇത്രയേ ഉള്ളൂ ഈ സാധനം. ഇത് മനഃപ്പാഠമാക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല. ഇനി വേറൊരു കാര്യം കൂടി അവർ ചെയ്യും. പരിഭാഷയായിട്ട് ഇറക്കുമ്പോൾ ഇപ്പൊ എൻ്റെ കയ്യിൽ MM അക്ബർ പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന നിച്ച് ഓഫ് ട്രൂത്തിന്റെ ഖുർആനാണ്. അതിൽ നോക്കുക, അവർ ഓരോ ഇത് കഴിഞ്ഞിട്ടും വളരെ ഗ്യാപ്പ് ഇടുകയാണ്. ഗ്യാപ്പ് ഇട്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഗ്യാപ്പ് ഇട്ടിട്ടാണ് അവർ ഓരോ വാക്യം. മനസ്സിലായി? ഇപ്പുറത്തെ പരിഭാഷയുണ്ട്, പക്ഷെ ഇപ്പുറത്ത് ആ ഒറിജിനലിലേക്ക് വരുമ്പോൾ ഗ്യാപ്പ് ഇട്ടിടുകയാണ്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു? വലിപ്പം തോന്നിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ കൈവശം ബൈബിളിന്റെ പഴയ നിയമം. ഇത് പഴയ നിയമമാണ്. ഇത് ഇംഗ്ലീഷ് പരിഭാഷയാണ്. എന്നാൽ ഇതിനകത്ത് മൂലഭാഷയുണ്ട്, ഹീബ്രു മൂലഭാഷയുണ്ട്. അതും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഫോണ്ടിന്റെ വലിപ്പം നിങ്ങളൊന്ന് നോക്കുക. ഗ്യാപ്പ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക.
ഒരു ഗ്യാപ്പും ഇല്ലാതെ ഫോണ്ടിന്റെ വലിപ്പം വളരെ കുറച്ചിട്ടാണ് ഇറക്കുന്നത്. ക്രൈസ്തവരായ ഞങ്ങൾ ചെയ്യുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് പുസ്തകം ഇത്രയെങ്കിലും ഇതായിട്ട് കിട്ടുന്നു. ഇവർ ഇറക്കുന്നത് പോലെ വലിയ ഫോണ്ടിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ ഈ പുസ്തകത്തിന്റെ വലിപ്പം ഇനിയും ഭയങ്കരമായിട്ട് കൂടുമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഫോണ്ടിന്റെ വലിപ്പം കൂട്ടിയിട്ട് ഞങ്ങളുടെ പുസ്തകം വലുതാണെന്ന് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വളരെ ചെറിയ പുസ്തകമാണ്. ഈ ചെറിയ പുസ്തകം ഓർമ്മയിൽ സൂക്ഷിക്കുക എന്ന് പറഞ്ഞ വലിയ കാര്യമൊന്നുമല്ല. മനസ്സിലായോ? ആകെ 6235 വാക്യങ്ങൾ. പഴയ നിയമത്തിലെ 5 പുസ്തകങ്ങൾ എടുത്താലും പുതിയ നിയമത്തിലെ 12 പുസ്തകങ്ങൾ എടുത്താലും ഇതുപോലെ തന്നെയാണ്. ഇത്രയേ ഉള്ളൂ അത്. ഇനി ബൈബിള് ഓർമ്മിച്ചു വെച്ചിരിക്കുന്ന മനഃപ്പാഠമാക്കിയ ആളുകൾ ലോകത്തുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അതുകൂടെ മറുപടി തരാം. ധാരാളം ആളുകൾ ലോകത്തുണ്ട് ബൈബിൾ മനഃപ്പാഠമാക്കിയവർ. അത് ബൈബിൾ നിരോധിച്ചിരിക്കുന്ന രാജ്യങ്ങളിലേക്ക് ചെന്നാൽ നിങ്ങൾക്ക് അതിനുള്ള ഇഷ്ടം പോലെ ആളുകളെ കാണാൻ പറ്റും. ഉത്തര കൊറിയയിൽ ധാരാളം പേരുണ്ട്. അതുപോലെ ചൈനയിൽ ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നു, കാരണം ഇപ്പോൾ ബൈബിൾ നിരോധനം മാറ്റി. മുൻപ് ബൈബിളിന് നിരോധനം ഉണ്ടായിരുന്ന സമയത്ത് ധാരാളം പേർ ഇത് മനഃപ്പാഠമായി സൂക്ഷിക്കുമായിരുന്നു. അവിടെ ബൈബിൾ കൈവശം വെച്ച് കഴിഞ്ഞാൽ കുറ്റമാണ്, ജയിലിൽ കിടക്കേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള സമയത്തൊക്കെ ഒരു പ്രദേശത്ത് ചിലപ്പോൾ ഒരു ചർച്ചിനകത്തേക്ക് ആ ഒറ്റ ബൈബിളേ കിട്ടുകയുള്ളൂ. അങ്ങനെ ആ ഒരു ബൈബിൾ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവരത് കീറിയിട്ട് പല പല പുസ്തകങ്ങളാക്കി, ഓരോ പുസ്തകങ്ങൾ അവർ ഇതാക്കി മാറ്റിയിട്ട് ഓരോരുത്തരുടെ കൈവശം കൊടുത്തയക്കും. ഒരു കുടുംബത്തിനകത്തേക്ക് ഒരു പുസ്തകം, അടുത്ത കുടുംബത്തിലേക്ക് വേറെ പുസ്തകം, അങ്ങനെയായിട്ട് അങ്ങ് കൊടുത്തയക്കും. ഇത് കൊടുത്തയച്ചത് കിട്ടുന്നവർ അത് വായിക്കും, ചിലരതിന് പകർപ്പൊക്കെ എടുക്കും. പക്ഷെ അത് അപകടമാണ്. എന്നാലും ചിലർ അങ്ങനെയൊക്കെ ചെയ്യും, കുഞ്ഞുങ്ങളുടെ നോട്ട് ബുക്കിലൊക്കെ പകർത്തിയെടുക്കും. എന്നാൽ ഭൂരിഭാഗം പേരും ചെയ്യുന്നത് മനഃപ്പാഠമാക്കുകയാണ്. കാരണം ഗവൺമെന്റ് എപ്പോൾ വേണമെങ്കിലും ഇത് പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ നശിപ്പിച്ച് കളയും, ജയിലിലേക്ക് എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇത് മനഃപ്പാഠമാക്കാതെ രക്ഷയില്ല. അപ്പോൾ അവരുടെ കൈവശം കിട്ടിയിരിക്കുന്ന ആ പുസ്തകം, ഒരു പുസ്തകം, ബൈബിളിലുള്ള ഒരു പുസ്തകം അവരുടെ കൈവശം കിട്ടിയിരിക്കുന്നു. അവരത് വായിച്ചത് മനഃപ്പാഠമാക്കും. അത് കഴിഞ്ഞ് പിന്നെ ചർച്ച ചെല്ലുന്ന സമയത്ത് ഇത് കൊടുത്തിട്ട് വേറൊരാളുടെ നിന്ന് അയാൾ കൊണ്ടുപോയ പുസ്തകം വാങ്ങിക്കൊണ്ടുവരും, മറ്റേയാളും ഇത് വാങ്ങിക്കൊണ്ടു. അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് ആ ഒറ്റ ബൈബിളാണ് ആ സഭയിലുള്ള എല്ലാവരും ഉപയോഗിക്കുന്നത്. അത് കുറച്ച് നാളുകൾ കൊണ്ട്, ഒരു വർഷം കൊണ്ടൊക്കെ അത് ഫുള്ള് മനഃപ്പാഠമാക്കി സൂക്ഷിക്കുക അവർ. ചൈനയിൽ അങ്ങനെയുള്ള ധാരാളം പേരുണ്ടായിരുന്നു. പലരുടെയും പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ള അനുഭവക്കുറിപ്പുകൾ. ഒരു പറഞ്ഞ ഇങ്ങനെ മനഃപ്പാഠമാക്കാതെ വേറെ രക്ഷയില്ല. കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ ഗവൺമെന്റ് അറസ്റ്റ് ചെയ്യും, പിടിച്ചകത്തിടും, നശിപ്പിച്ചു കളയും. അപ്പൊ പിന്നെ ഇതേ വഴിയുള്ളൂ, ഇതല്ലാതെ വേറെ രക്ഷയില്ല. അതുകൊണ്ട് ഞങ്ങളത് മനഃപ്പാഠമാക്കുകയാണെന്നാണ് അവർ പറയുന്നത്. ആലോചിച്ച് നോക്കണം, ഇത്ര വലിയ പുസ്തകം. ഖുർആൻ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. 6236 വാക്യങ്ങളുള്ള പുസ്തകമാണ് ഖുർആൻ. അതിൻ്റെ 5 ഇരട്ടിക്ക് മേലെയാണ് ബൈബിൾ എന്ന് പറയുന്നത്. ആ സാധനമാണ് മനഃപ്പാഠമാക്കിയിട്ട് ധാരാളം പേര് കൊണ്ട് നടക്കുന്നത്. അപ്പം അതുകൊണ്ട് ദാവാക്കാരെ ഇങ്ങനെയുള്ള വെല്ലുവിളികളൊന്നും ഇനി വേണ്ട. ഈ വെല്ലുവിളികൾ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. കാരണം നിങ്ങളുടെ പുസ്തകം ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഈ വെല്ലുവിളി കാരണം കൊണ്ടാണ് ഞങ്ങൾ ഇതിൻ്റെ വലുപ്പമൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാന്ന് വെച്ചത്. അപ്പോഴാണ് മനസ്സിലായത് ഇത്രയേ ഉള്ളൂ സംഗതി. ബൈബിളിൽ ഒരു 5 പുസ്തകം, പഴയ നിയമത്തിലാണെങ്കിൽ, പുതിയ നിയമത്തിലാണെങ്കിൽ 12 പുസ്തകം, അത്ര വലുപ്പമേ ഉള്ളൂ. അത്രയുള്ള ഒരു പുസ്തകം ഞങ്ങൾ മനഃപ്പാഠമാക്കി കൊണ്ടു നടക്കുന്നു എന്ന് നടക്കുന്നതിൽ യാതൊരു കഴമ്പുമില്ല, അർത്ഥമില്ല. മനസ്സിലായോ? ഒരു പുസ്തകത്തിന്റെ വലുപ്പം നോക്കിയിട്ടൊന്നും അല്ല അതിന്റെ വില നിശ്ചയിക്കേണ്ടത്, അല്ലെങ്കിൽ മനഃപ്പാഠമാക്കുന്നോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല, മറിച്ച് അതിന്റെ ഉള്ളടക്കം എന്താണെന്നുള്ളത് നോക്കിയിട്ടാണ്. ഉള്ളടക്കം നോക്കിയാലും ഖുർആനേക്കാൾ എത്രയോ ഉന്നതിയിലാണ് ബൈബിൾ നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. കൃത്യമായൊരു രക്ഷാമാർഗം പോലും ഖുർആൻ പറയുന്നില്ല. ഒരു എങ്ങനെ ആത്മാവിന് മോചനം കിട്ടുമെന്നുള്ള കാര്യത്തിൽ പോലും വ്യക്തമായൊരു നിർദ്ദേശം ഖുർആന്റെ അകത്തില്ല. അങ്ങനെയുള്ളൊരു പുസ്തകം ഇത് മനഃപ്പാഠമാക്കിയാൽ എന്തില്ലെങ്കിൽ എന്ത്. ബൈബിൾ അങ്ങനെയുള്ള പുസ്തകമല്ല. അത് ആത്മാവിൻ്റെ രക്ഷയ്ക്കുള്ള സന്ദേശമടങ്ങിയ പുസ്തകമാണ്. മാനവകുലത്തിൻ്റെ വഴികാട്ടിയാണത്. ഒരു രക്ഷാമാർഗം അത് പ്രതിദാനം ചെയ്യുന്നു. സർവ്വ ലോകത്തിനുമുള്ള രക്ഷയുടെ സന്ദേശം അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള പുസ്തകമാണത്. അത് മനഃപ്പാഠമാക്കിയ ധാരാളം പേർ ലോകത്തുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഏതായാലും വീഡിയോ വീക്ഷിച്ച എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തു അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറിയ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.